ഇന്നത്തെ പരിപാടി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കടയിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഈ മുട്ടക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുട്ടക്കറി. ഒരു പ്രത്യേക സ്വാദ്, അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും പ്രത്യേക സ്വാദാണല്ലോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അത് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഞങ്ങൾക്ക് സാധാരണ കടയിൽ ഒരു വൈകുന്നേരങ്ങളിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അമ്മേനെ ഒച്ചയെടുക്കുവാണ്, വീഡിയോ ഒന്നും എടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അമ്മ ഉണ്ടാക്കുന്നത്, കണ്ടിരിക്കാനും ഇഷ്ടമാണ്, പിന്നെ ഇങ്ങനെ വീഡിയോസ് എടുക്കാനും സഹായിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നിൽക്കുന്നതൊന്നും. പിന്നെ മല്ലിപ്പൊടി ഇട്ടു, അത് നന്നായിട്ട് ആയി വെളിച്ചെണ്ണ കിടന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എരിവം അധികം അമ്മച്ചി ഇടാറില്ല പൊതുവേ. പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി ആഡ് ചെയ്യും കേട്ടോ അവസാനമായി കഴിയുമ്പോൾ. പിന്നെ മെയിനായിട്ട് മുട്ടക്കറിയിലെ മസാലയാണല്ലോ, അപ്പോൾ ചിക്കൻ മസാലയാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മുടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സവോള കുക്കറിൽ വെച്ച് അരിഞ്ഞ് കുക്കറിൽ വെച്ച് അടിച്ച് 2 വിസിൽ അടിക്കാറാണ് പതിവ്, ഉപ്പിട്ടിട്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം വളരെ കുറവാകുന്ന സമയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. അല്ലെങ്കിൽ നോർമലായിട്ട് വഴറ്റിയെടുക്കാറാണ് പതിവ്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു തക്കാളിയുടെ ഇച്ചിരിയാണ്, പകുതി തക്കാളി ജ്യൂസ് ചേർത്തു. പിന്നെ കറിവേപ്പില മെയിനാണല്ലോ, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടു. ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, മുളക് പൊടി കുറച്ചായതുകൊണ്ട് എരിവിന് വേണ്ടി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ അരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് തന്നെ ഒന്നുകൂടി ജസ്റ്റ് കുറച്ചെടുത്ത് അമ്മ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം മുട്ടക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്തു വരുമ്പോൾ നമ്മുടെ അത്യാവശ്യം തിളച്ച് വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്നുകൂടി ഇട്ട് അതിലിട്ട് തിളപ്പിക്കണം. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് തിളച്ചൊന്ന് റെഡിയായി വരുമ്പോൾ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മുട്ടയിലേക്കൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തിളയ്ക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ അതിൽ കുറച്ച് പാല് ചേർത്തു. ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങൾ പാല് ചേർക്കാറ്. എന്നിട്ട് ഒന്നുകൂടി ഇട്ടൊന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തിള വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ചേർത്തു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യൻസിനാണ് ഞങ്ങളിത് കൊടുക്കാറ്. അപ്പോൾ അവർക്ക് മല്ലിയിലയൊക്കെ വേണം. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ഈ മുട്ടക്കറിക്ക്. ഒരു പ്രത്യേക സ്വാദാണ് ഇതിന്. ചപ്പാത്തിയോടൊപ്പം കഴിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം സത്യം പറഞ്ഞാൽ ഡയറ്റിങ് ബ്രേക്ക് ആവുന്നതൊക്കെ ഈ മുട്ടക്കറിയും ചപ്പാത്തിയും കഴിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു.